Hi dears, how are you? I hope you are fine. Okay, welcome to our Hindi class. Our second chapter is completed Kachaki. Answer the following question. Likit the Maukik completed. Then today we are going to start in the rest. Vyakaran Bodh first. Listen. इन शब्दों का इस तरह उच्चारण करें कि जा जा तथा फा फा का अंदर साफ साफ सुनाई पड़े. Yes, listen. कजाकी आज बजाता जंगल जा ले. अजमगढ़ जा चीज आवाज गुजर. फा फुट फुट कर फांदता फल फाट कर. साफ माफ तरफ दफ्तर. അപ്പോൾ എൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. പ്രൊനൗൺസ് ദീസ് വേർഡ്സ് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൗണ്ട് ഓഫ് ജാ സ ഫ ഫ് ഫ്. യെസ്, അത് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇത് മാത്രമേ ഉള്ളൂ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടാത്തത്. ബാക്കിയൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. എ സെക്കൻഡ് വൺ പര്യായവാചി ശബ്ദ് അല്ലെങ്കിൽ സമാനാർത്ഥക് ശബ്ദ് യാദ് കരേ. ലേൺ ദ സിനോണിംസ്. അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആവാസ്, സ്വർ, വാണി, ബോൾ. പര്യായ ആവാസ്, സ്വർ സൗണ്ട്, വാണി ബോൾ. 3 synonyms is the आवाज, स्वर, वाणी, बोल. Each word have you should write 5 times. ആവാസ്, സ്വർ, വാണി, ബോൾ 5 times ഇത് എഴുതിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി എനിക്ക് കാണണം. മറന്നു പോകരുത്. പറഞ്ഞ് വായിച്ച് വേണം എഴുതാൻ. ബൈ ഹാർട്ട് ആക്കണം. ആവാസ്, സ്വർ, വാണി, ബോൾ. സെക്കൻഡ് വൺ കിസ്സ. കിസ്സ കഥ, കഹാനി, ഗാഥ. സ്റ്റോറി. കിസ്സ കഥ, കഹാനി, ഗാഥ. നെക്സ്റ്റ് വ്യക്തി. വ്യക്തി മനുഷ്യ, ആദ്മി, ഇൻസാൻ. വ്യക്തി മനുഷ്യ, ആദ്മി, ഇൻസാൻ. യെസ്, നെക്സ്റ്റ് दिन. दिन डे. वार, दिवस, वासर. सहसा सडनली. अचानक, एकाएक, एकदम. ओके. आवाज, स्वर, वाणी, बोल. किस्सा, कथा, कहानी, गाथा. व्यक्ति मनुष्य, आदमी, इंसान. दिन, वार, दिवस, वासर. सहसा, अचानक, एकाएक, एकदम. ओके. एस. मूव टू नेक्स्ट. वाक्यांश के लिए एक शब्द चुनकर लिखिए. वाक्यांश के लिए एक शब्द चुनकर लिखिए. राइट वन वर्ड्स फॉर मेनी. राइट वन वर्ड for many. Yes, listen. First you should read below options. Vicharaniya. What is this? Vicharaniya. Varnaniya. Varnaniya. Sahasi. Sahasi. Adaraniya. और असाधारण. Okay. First one. जिसमें साहस हो. ആരിലാണോ ധൈര്യമുള്ളത് അവരെ വിളിക്കുന്ന പേരെന്താ? ധൈര്യശാലി, സാഹസി. ജിസ്മേ സാഹസ് ഹോ. ധൈര്യമുള്ളവരെ വിളിക്കുന്ന പേരെന്താ? സാഹസി. യെസ്, ഫസ്റ്റ് വൺ സാഹസി. ഓക്കെ, ഹാവ് യു ഡൺ? എ സെക്കൻഡ് വൺ ജിസ്കാ ആദർ കിയാ ജായേ. जिसका आदर किया जाए.
ആദരണീയ, ആദരിക്കപ്പെടേണ്ട, ആരെയാണോ ആദരിക്കപ്പെടേണ്ടത്, ബഹുമാനിക്കേണ്ടത്, അവരെ പറയുന്നതാണ് ആദരണീയ. ഓക്കെ. തേർഡ് വൺ, ജോ സാധാരണ നഹി ഹേ. അതായത് ആരാണോ സാധാരണക്കാരനല്ലാത്ത, എന്തൊരു പ്രത്യേക ഒരു കഴിവുള്ളവർ, അതായത് സാധാരണ മനുഷ്യരിലുള്ള കഴിവല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ആളെ എന്താ നമ്മൾ പറയുക, അസാധാരണ. ഇനിയിപ്പോൾ നമ്മൾ കാണാത്ത ആൾ, അസാധാരണമായിട്ടൊരാളെ കണ്ടു അല്ലേ, എന്താ സ്ഥിരമായിട്ട് കാണാത്തത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേക തരം കഴിവുള്ളതിന്, ഇതിനൊക്കെയാണ് പറയുക അസാധാരണ. അതായത് സാധാരണ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിലും പ്രത്യേകിച്ച് വിശിഷ്ടമായിട്ട് എന്തെങ്കിലും ഉള്ളതാണ് അസാധാരണ. ഓക്കെ. ജോ വർണ്ണൻ കെ യോഗ്യ ഹോ. അതായത് എന്തിനാണോ വർണ്ണിക്കപ്പെടാൻ യോഗ്യമായിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് പറയുകയാണ്, അതിന് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അല്ലെങ്കിൽ ഒരു പുസ്തകം, ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുണ്ട്, വർണ്ണിക്കപ്പെടാനുണ്ട്. അതിനാണ് പറയേണ്ടത് വർണ്ണനി. എന്തിനെയാണോ വർണ്ണിക്കാൻ യോഗ്യമായിട്ടുള്ളത് അതിനെയാണ് വർണ്ണനി. ജോ വിചാർ കർണേ യോഗ്യ ഹോ. ആരെയാണോ വിചാരണ ചെയ്യാൻ അല്ലേ യോഗ്യമായിട്ടുള്ളത് വിചാരണീയ. അവരെന്താ പറയുക, അതിനെന്താ പറയുക, വിചാരണ ചെയ്യാനൊരു യോഗ്യമായിട്ടുള്ളത്, അതിന് വിചാരണ ചെയ്യേണ്ടതുണ്ട്, അതിന് വിശദീകരണം നൽകേണ്ടതുണ്ട്, അതിനാണ് പറയുക വിചാരണി. ഓക്കെ. വൺസ് മോർ, ജിസ്മേം സാഹസ് ഹോ സാഹസി, ജിസ്കാ ആദർ കിയാ ജായേ ആദരണീയ, जो साधारण नहीं है असाधारण, जो वर्णन के योग्य हो वर्णनीय, जो विचार करने योग्य हो विचारणीय. അതാണ് റൈറ്റ് വൺ വേർഡ് ഫോർ മെനി. അതായത് വാക്യാംശിക്കയിൽ ഒരു വാക്യമാണ്, ഒരു സെൻറ്റൻസിന് ഒറ്റ വാക്കായിട്ട് പറയുക, ഒറ്റ വാക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, പഠേം ഔർ സമജം, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് ഇതൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്കത് മനസ്സിലാക്കാം. ജബ് കോയി വാക്यांശ് अपने सामान्य अर्थ को जोड़कर किसी विशेष अर्थ में प्रयुक्त होता है तो मुहावरा कहलाता है. इडियम्स നമ്മൾ പഠിച്ചു. जैसे आग में घी डालना. मुहावरे का अर्थ आग में घी डालना नहीं है, गुस्सा भड़कना या गुस्सा बढ़ाना. इसका वाक्य में प्रयोग होने से यही अर्थ स्पष्ट होता है. जैसे पिताजी पहले ही मुझसे नाराज थे, तुमने मेरी शिकायत करके आग में घी डाल दिया. व्हाट इज दिस? यस, जब कोई वाक्यांश अपने सामान्य अर्थ को जोड़कर किसी विशेष अर्थ में प्रयुक्त होता है. ചില വാക്കുകൾ, ചില വാചകങ്ങൾ അതിൻ്റെ സാമാന്യ അർത്ഥത്തെ കവിഞ്ഞ് ഒരു പ്രത്യേക അർത്ഥം ഉണ്ടാവും അതിനാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും, മുഹാവര എന്ന് പറയുന്നത്. അതായത് ആഗ്മേ ഗീ ഡാൽന എന്ന് പറയും. കേട്ടിട്ടില്ലേ നിങ്ങൾ? എരി തീയിൽ എണ്ണ ഒഴിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? എരി തീയിലേക്ക് എണ്ണ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എരിയുന്ന തീയ്, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നമ്മൾ പോയി മണ്ണെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒരു എണ്ണ ഒഴിച്ചാൽ അതെന്ത് ചെയ്യും, ആളിക്കത്തും. അതാണ് അതിൻ്റെ അർത്ഥം. ആഗ്മേ ഗീ ഡാൽന, എരി തീയിൽ എണ്ണ ഒഴിക്കുക. പക്ഷെ നമ്മളത് ഇഡിയംസ് ആയിട്ട് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ. എന്താ, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നു, ദേഷ്യം വർദ്ധിപ്പിക്കുക. ഒരാൾ ഓൾറെഡി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെ വീണ്ടും ഓരോന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തെ ഇരട്ടിപ്പിക്കുക. അപ്പോൾ അച്ഛൻ ഓൾറെഡി നിങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ അമ്മ ചെന്നിട്ട് പറയും, അവൻ അങ്ങനെ തന്നെ, ഇന്നലെ അവൻ അത് ചെയ്തില്ല, ഇന്നലെ ഇത് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ദേഷ്യത്തെ അല്ലെങ്കിൽ ഫാദറിൻ്റെ ദേഷ്യത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതിനാണ് തന്നെ നമ്മൾ പറയുന്ന ഒരു ചൊല്ലാണ്, എന്ത്, ഇഡിയമാണ് ആഗ്മേ ഗീ ഡാൽന. അതായത് എരി തീയിൽ എണ്ണ ഒഴിക്കുക എന്ന്. നീ വെറുതെ കത്തണ തീയിലേക്ക് എണ്ണ ഒഴിക്കണ്ടെന്ന് പറയും. അതാണ് എരി തീയിൽ എണ്ണ ഒഴിക്കുക. ഇങ്ങനെ ഒരു പ്രത്യേക അർത്ഥം വരുന്നതിനാണ് നമ്മൾ മുഹാവര എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് മോർ പ്ലീസ്. അതായത് സാധാരണ അർത്ഥത്തെ കവിഞ്ഞ്
ഒരു വിശിഷ്ടാർത്ഥം, ഒരു പ്രത്യേക അർത്ഥം അതിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാചകങ്ങൾക്ക് പറയുന്ന പേരാണ് മുഹാവര. എക്സാമ്പിളാണ് ആഗ്മേം ഗീ ഡാൽന, എരി തീയിൽ എണ്ണ ഒഴിക്കുക. അല്ലെങ്കിലേ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അല്ലെങ്കിലേ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അതിലേക്ക് കുറച്ച് ഉപദേശം കൂടെ കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് ദേഷ്യം പിടിപ്പിക്കുക. അതാണ് എരിഞ്ഞ തീയിലേക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഒന്നുകൂടെ ആളിക്കത്തും. അതാണ് അത് പറയുന്നത്. പക്ഷേ ഇതല്ല അർത്ഥം ഉദ്ദേശിക്കുന്നത്, എന്താ, ദേഷ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്, ഗുസ്സ ബഠാന, गुस्सा देश्यते वर्धिपिका. इसका वाक्य में प्रयोग होने से यही अर्थ स्पष्ट होता है. എന്താ, പിതാജി പെഹലെ ഹി മുജ്സെ നാരാസ് ഹെ, അച്ഛൻ ഓൾറെഡി എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. തുമ്നെ മേരി ശിക്കായത്ത് കർക്കെ ആഗ് മേ ഗീ ഡാൽ ദിയ, നീ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുത്തിട്ട് ആ ആഗ് മേ എരി തീയിൽ എണ്ണ ഒഴിച്ചു. എന്താ, അച്ഛൻ്റെ ദേഷ്യത്തെ ഒന്നുകൂടെ ഇരട്ടിയാക്കി. ഓക്കെ, पाठ में आए इन मुहावरों के आधार पर वाक्य बनाए. അപ്പോൾ പാഠത്തിൽ ഈ ചാപ്റ്ററിൽ ഒത്തിരി മുഹാവര ഇഡിയംസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഹവാ കെ ഗോഡെ പർ ഉട്ന. നമ്മൾ പഠിച്ചു ഹവാ കെ ഗോഡെ പർ ഉട്ന. എനിക്ക് അങ്ങനെ തോന്നും, എന്ത്, ഹവാക്കെ, എനിക്ക് കച്ചാക്കിയുടെ തോളത്തിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ കാറ്റിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന പോലെ ഒരു ഫീലാണെന്ന് പറഞ്ഞു. ഹവാ കെ ഗോഡെ പർ ഉട്ന. അതിനൊരു വാക്യത്തിൽ പ്രയോഗിക്കണം. അതായത് മേക്ക് സെൻറ്റൻസസ് ബൈ യൂസിങ് ദിസ് ഇഡിയംസ്. हवा के घोड़े पर उठना. लिसन, मन तो हमेशा हवा के घोड़े पर उड़ता है. मन तो हमेशा हवा के घोड़े पर उड़ता है. हवा के घोड़े पर उड़ता है. सेकंड वन, 9 2 11 होना. 9 2 11 होना ना, 9 എത്രയാ, 9 2 2, 9 2 11 होना, 9ഉം 2ഉം കൂട്ടി അങ്ങനെ 11 होന 11 ആവും. അതായത് 9ഉം 2ഉം 11ആണ്. അതായത് അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ എങ്ങനെ നമുക്ക് 9 2 11 होना എന്ന് പറഞ്ഞാൽ എന്താ, അപ്രത്യക്ഷമാവുക, ഭാഗ്ജാന, പെട്ടെന്ന് ഓടിപ്പോവുക, ഇതിനാ പറയാം. എസ് വാക്യ पुलिस. पुलिस मीन्स പോലീസ്. पुलिस आने की खबर. पुलिस आने की വരുന്നതിൻ്റെ, ഖബർ ന്യൂസ് വാർത്ത, ഖബർ മിൽത്തെ ഹി. मिलते ही चोर 9 2 11 हो गए. चोर मीन्स कള്ളൻ. 9 2 चोर 9 2 11 हो गए. पुलिस फलीसला पुलिस आने की खबर मिलते ही चोर തീഫ് 9 2 11 हो गए. പോലീസ് വരുന്നതിൻ്റെ വാർത്ത കേട്ടപ്പോഴേക്കും ചോർ, കള്ളൻ, എന്ത് ചെയ്തു, അപ്രത്യക്ഷമായി, ഓടിക്കളഞ്ഞു. മനത്തോ ഹമേശ ഹവാക്കെ ഗോഡേപ്പർ ഉടുത്താന്ന് പറഞ്ഞാൽ മനസ്സ് എല്ലായ്പ്പോഴും ഇങ്ങനെ എന്താ, ഹവാക്കെ ഗോഡേപ്പർ ഉടുത്താഹേ, ഹവാക്കെ ഗോഡേപ്പർ ഉടുത്താഹേ. സ്പീഡിലിങ്ങനെ അതിലിങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. തേർഡ് വൺ, ബാട്ട് ജോഹന മീൻസ് പ്രതീക്ഷ കർണ. ബാട്ട് ജോഹന പ്രതീക്ഷ കർണ, പ്രതീക്ഷിക്കുക. മേം സുബഹ് സേ തുമാരി ബാട്ട്, നിങ്ങളുടെ പ്രതീക്ഷ, തുമാരി ബാട്ട് जो है रही थी. ഞാൻ ഇന്ന് പ്രഭാതം മുതൽ തുമാരി ബാട്ട് ജോഹെ രഹി ഥി, നിങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിന്ന് എപ്പോൾ മുതൽ, പ്രഭാതം മുതൽ, മോർണിംഗ് മുതൽ
നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ മൻ തോ ഹമേശ ഹവാ കെ ഗോഡെ പർ ഉഡ്താ ഹേ, पुलिस आने की खबर मिलते ही चोर 9-2-11 हो गए, मैं सुबह से तुम्हारी बाट जो रही थी. Yes, write it down. First you can write in your textbook with pencil. Yes, next last one, last exercise. Exercise number 5. Exercise number 5. All of you listen. इन शब्दों को ध्यान से देखें और उदाहरण की तरह वर्ण विच्छेद करें. See the example and write spelling system accordingly. See the example and write spelling system accordingly. First, ഗുസ്സ നമ്മൾ ഒരുപാട് തവണ പഠിച്ചു കഴിഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷങ്ങളിലൊക്കെ. ഓൾറെഡി സ്റ്റഡിങ് ഇൻ 6th സ്റ്റാൻഡേർഡ് ഓർ 5th സ്റ്റാൻഡേർഡ്. എസ്, ഗുസ്സ ഒരു വ്യഞ്ജനവും ഒരു വ്യഞ്ജനാക്ഷരത്തിനും സ്വരാക്ഷരം കൂടാതെ നൽകാൻ സാധിക്കില്ല. ഉദാഹരണം നമ്മൾ പഠിച്ചു, ക എന്നുള്ള അക്ഷരം ഏതൊക്കെ അക്ഷരം ചേർന്നിട്ടുള്ളതാണ്? ക പ്ലസ് ആ എന്ന ഈ 2 അക്ഷരം ചേർന്നിട്ടാണ് ഈ ക എന്നുള്ള അക്ഷരം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മി എന്നുള്ള അക്ഷരം ഉണ്ടാവുന്നത് മ പ്ലസ് ഇ, മ പ്ലസ് ഇ. എന്നാൽ മീ എന്നുള്ള അക്ഷരം മ പ്ലസ് ഈ. ഇതുപോലെ ഒരു സ്വരാക്ഷരത്തിനും എന്തില്ലാതെ നിൽക്കാൻ പറ്റില്ല, ഒരു വ്യഞ്ജനാക്ഷരത്തിനും സ്വരാക്ഷരം കൂടാതെ നിൽക്കാൻ സാധിക്കില്ല. അതാണ് സ്പെല്ലിംഗ് സിസ്റ്റം. ഒരു വേർഡ് ഉണ്ടാകുന്നത് ഒരുപാട് വ്യഞ്ജനവും സ്വരങ്ങളും ചേർന്നിട്ടാണ്. ലിസൺ. ഫസ്റ്റ് വേർഡ് ഗുസ്സ. ഗുസ്സ. എസ്, ഗുസ്സ ഇസ് ദർ. ഗ പ്ലസ് ഉ പ്ലസ് സ് പ്ലസ് സ് പ്ലസ് 2 ഡബിൾ സ ഉണ്ട് അവിടെ, പ്ലസ് ആ, ഗുസ്സ. എസ്, നെക്സ്റ്റ് ബസ്ത. സെക്കൻഡ് വൺ ബസ്ത. ബ, ബ പ്ലസ് ആ, ബ. ഇനി എന്താ വേണ്ടത്? സ്, സ് പ്ലസ് ആ. സോറി, ബസ് എന്നേ ഉള്ളൂ, ബസ്സാന്നില്ല. അപ്പോൾ ആ വേണ്ട. അവിടെ ശരിക്കും എന്താണ്? സായുടെ പകുതിയേ ഉള്ളൂ, ബസ്ത. അപ്പം സിന് എന്ത് വേണ്ട? ഒരു സ്വരത്തിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി അവിടെ പകുതിയെ ഉച്ചരിക്കുന്നുള്ളൂ, സായുടെ പകുതിയല്ലേ അവിടെ വന്നുള്ളൂ. അതുകൊണ്ട് ആയുടെ ആവശ്യം ഇല്ല. ബസ് ത് പ്ലസ് ആ. ഓക്കെ, ബസ്ത. ഇവിടെ സായ്ക്ക് ആ ചേരാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാ പകുതിയേ ഉള്ളൂ. സെക്കൻഡ് വൺ, തേർഡ് വൺ ക്യാ. ക്യാ, ക്യായും കായുടെ പകുതിയേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? ക പ്ലസ് യാ, യ പ്ലസ് ആ, അത്രയേ ഉള്ളൂ അല്ലേ. ഓൾറെഡി കായുടെ പകുതിയുള്ള പകുതി വ്യഞ്ജനം പകുതി വന്നാൽ അതിൻ്റെ കൂടെ ആരും ആവശ്യമില്ല, സ്വരത്തിൻ്റെ ആവശ്യം ഇല്ല. ക്യാ. എസ്, ഫോർത്ത് വൺ വാക്യ. വാക്യ. വ് പ്ലസ് ആ, ഇവിടെ ദീർഘമുണ്ട്. വാ പ്ലസ് കായുടെ പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് ക പ്ലസ് യ പ്ലസ് ആ. എല്ലാ പകുതി വരുന്ന അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ സ്വരത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെയും ഇത് കാ പകുതിയേ ഉള്ളൂ, ഇവിടെ കാ പകുതിയുള്ളൂ, ഇവിടെ സായും പകുതിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ സ്വരം വേണ്ട. ഓക്കെ, ഫിഫ്ത്ത് വൺ ഗട്ടെ. ഗട്ടെ. ഗ പ്ലസ് ആ പ്ലസ് അതവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. ട് പ്ലസ് എ. എന്താ? 2 ട വന്നു. അതുകൊണ്ട് തന്നെ 2 ടായുടെ പകുതി അവിടെ അതിൻ്റെ ഇടയിൽ എന്ത് വേണ്ട? ആ ആവശ്യമില്ല. ഗട്ട് ടേ, ഗട്ടേ. ഇക്കട്ടെ. സിക്സ്ത് വൺ ഇക്കട്ടെ. ഇതും അതുപോലെ തന്നെയാണ്. ഇ പ്ലസ്
k plus ikka, a plus t plus t plus a. Okay. Did you get it? ബസ്ത ഒരു ശ്രദ്ധിക്കുക, ഒരു വ്യഞ്ജനത്തിനും ഫുൾ വ്യഞ്ജനം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കീടെ പകുതിയേ ഉള്ളൂ എങ്കിൽ ആയുടെ ആവശ്യമില്ല, വേണ്ട. ഫുള്ളായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ എന്ത് വേണം? ആ വേണം. ഓക്കെ, റൈറ്റ് ഇറ്റ് ഡൗൺ. Okay, today that's enough. All of you should write in your notebook these activities except Vyakaran Bodh first and submit after 3 days. Okay. Okay, that's enough. See you next class. Thank you.